അല്ലല്ല, അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല, ഔദ്യോഗികമായ ഒരു പരിപാടിയിലുമില്ല. ഇവിടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ സംഭവമാണ്. എന്തുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നില്ല? കടകംപള്ളി സുരേന്ദ്രനെയും വാസവനെയും അടിയന്തരമായി ചോദ്യം ചെയ്യണം. കാരണം അവരുടെ പിൻബലത്തോടു കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള അവിടെ നടന്നത്. മന്ത്രിമാരുടെ അനുവാദമില്ലാതെ, രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ പക്കാ രാഷ്ട്രീയക്കാരായ 2 CPM നേതാക്കന്മാർ ഇത് ചെയ്യുമെന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഇവിടെ പറയുമോ? ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഇവിടെ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അതിനെപ്പറ്റി ഗവൺമെന്റ് മിണ്ടുന്നില്ല, മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ശബരിമലയെ തകർക്കാൻ വളരെ ബോധപൂർവമായ നീക്കമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടത്. അതിനൊന്നും ഇതുവരെ മുഖ്യമന്ത്രി പുറകോട്ട് പോയിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ്. ഏതായാലും ഇതിന്റെ ഞങ്ങൾ ഓരോ വർഷങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ നീതിയും ന്യായവും നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും കോൺഗ്രസ് പാർട്ടിയും UDF മുന്നോട്ട് പോകും. ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് നീതി കിട്ടുമോ? ഞങ്ങളെ രാഹുൽ മാക്കൂട്ടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഇതുവരെ അവരുടെ പേരിൽ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ CPM തയ്യാറായിട്ടില്ല. ഞങ്ങൾ അങ്ങനല്ലോ ചെയ്തത്. ഞങ്ങൾ അങ്ങനെയല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു കേട്ട്. ഞങ്ങൾ അങ്ങനെയല്ലോ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെയല്ലോ ചെയ്തത്. 2 നേതാവ്, മുൻ MLA ആയ ശ്രീ പത്മകുമാർ, മുൻ എല്ലാ രംഗത്തും CPMന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വാസു, 2 പേരും ജയിലിൽ കിടന്നിട്ട് CPM എന്ത് നടപടിയെടുത്തേ? CPMനാണ് ഇരട്ടത്താപ്പ്, ഞങ്ങൾക്ക് ഒരു ഇരട്ടത്താപ്പുമില്ല. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യവും സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പെൺകുട്ടിയോടൊപ്പമാണോ അങ്ങടക്കമുള്ള നേതാക്കള്? നിയമം നിയമത്തിന്റെ വഴിക്കുമോ? ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അല്ലല്ല, അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല, ഔദ്യോഗികമായ ഒരു പരിപാടിയിലുമില്ല. അല്ല, ഇത്തരക്കാരെ കയ്യാമം വെക്കേണ്ടതല്ല. അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? ഇത്ര ഒരു പെൺകുട്ടി പരാതി പറയുമ്പോഴേ ഇത്തരക്കാരെ കയ്യാമം വെക്കേണ്ടതല്ലേ? അങ്ങേക്കത് എല്ലാവർക്കും അവസരം കൊടുക്കും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അതില് അങ്ങേക്കൊരു തീരുമാനം? ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ്. ഇതിനപ്പുറത്തേക്ക് അതേ സംബന്ധിച്ച് എനിക്കൊന്നും പറയാനില്ല. ഒരു പെൺകുട്ടിയുടെ പരാതി പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതേ സംബന്ധിച്ച് ആദ്യം മുതലേ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അതൊക്കെ വരട്ടെ.